ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വിജയ്, മിത്ര ഓഫീസിലെത്തിയോ? എങ്ങനെയുണ്ട് അവളുടെ പെരുമാറ്റം? കൺമുന്നിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇന്ദ്രജെ. മിത്ര വന്ന സ്റ്റാഫിനോടൊക്കെ ഇനി മുതൽ ആന്റിയുടെ സ്ഥാനത്ത് ഞാനാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഒരൊറ്റ ഒരുത്തം പോലും, എന്തിന് ആ പിയൂൺ അജയം പോലും മിത്ര പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അവളതിൽ കലിയേറിയിരിക്കുക. അല്ല, സൂര്യ നന്ദിനി? അയ്യോ, അത് വേറൊരു കഥ. നന്ദിനിയോടെ സൂര്യക്ക് പകരമേ ഓഫീസ് ചെയറിൽ കയറിയിരിക്കാൻ സൂര്യ പറഞ്ഞു. നന്ദിനിയാണെങ്കിൽ ഇരിക്കുന്നേ ഇല്ല. അതെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നന്ദിനിക്ക് അധികാരത്തോട് ഒരു കൊതിയുമില്ല. പക്ഷെ മറിച്ച് അധികാരവും അവകാശവും കിട്ടിയാൽ കാണിക്കാവുന്ന അഹംഭാവം മുഴുവൻ മിത്രയുടെ പെരുമാറ്റത്തിലുണ്ട്. മമ്മി കാണിച്ചത് വലിയൊരു വിഡ്ഢിത്തം. ആ വിഡ്ഢിത്തത്തിനുള്ള മറുപടി സൂര്യ തന്നെ പറയുന്നതാ നല്ലത്. എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അവളെ ആ ഓഫീസിൽ സൂര്യ ഇരുത്തി പറപ്പിക്കില്ല. ആ വ്യത്യാസം കാണിച്ചല്ലോ. പക്ഷേ മിത്ര കയറി വന്നപ്പോ ഇവിടെ സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ല. പക്ഷേ സൂര്യയോടൊപ്പം നന്ദിനി കയറി വന്നപ്പോ എല്ലാ സ്റ്റാഫുകളും നന്ദിനിയെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തുപോയി. ആഘോഷമായിട്ട് നന്ദിനിയെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴേ ക്യാബിലിരിക്കുന്ന മിത്രയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. കടന്തൽ കുത്തേറ്റാ പോലും ഇങ്ങനെ വീർക്കില്ല. അത് അവൾക്ക് അത്യാവശ്യം. അതെ ഇന്ദ്രജയെ, ഞാനേ ഇന്ദ്രജയോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു എന്ന് പറയരുത്. എന്താ വിജയ്? അതെ, ഞാനിതിൽ ആരുടെ കൂടെ നിൽക്കണം? കമ്പനിയുടെ പ്രോജക്ട് മാനേജർ എന്ന നിലയ്ക്ക് മിത്ര വിളിച്ചാൽ അവളുടെ മുന്നിൽ പോയേ പറ്റൂ. നന്ദിനിക്കും എന്നെ വിളിക്കാൻ അവകാശമുണ്ട്. പക്ഷേ നന്ദിനി അത് ചെയ്യില്ല, ഉറപ്പ്. ഇപ്പോഴത്തെ കണ്ടീഷനില് നന്ദിനിയുടെ കൂടെ നിൽക്കുന്നതാ നല്ലത്. മിത്രയെ ഒരു കണക്കിനും നമ്മൾ പരിഗണിക്കരുത്. അതെ, ഞാനേ ഇന്ദ്രജയുടെ വാക്കും കേട്ടുകൊണ്ട് മിത്രയോട് പെരുമാറിയിട്ട് അവസാനം ആന്റിയുടെ മുന്നിൽ എത്തുമ്പോ നീ കാലുമാറല്ലേ? ഇക്കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാൻ വിജയെ കൊണ്ട് പറ്റുമെങ്കിൽ വിജയ് അത് ചെയ്തോ? മതി, എനിക്കിത് കേട്ടാ മതി. ബാക്കി ഞാൻ ഏറ്റു. അപ്പോ ഓക്കെ ഇന്ദ്രജെ. ആര് തമ്മിൽ വേണമെങ്കിലും യുദ്ധമാവട്ടെ, എവിടെ നിന്നാലാണ് ലാഭം? നമ്മളത് മാത്രം നോക്കിയാൽ മതി. മാഡം അത്ര സിമ്പിൾ അല്ലേ? വേറെ ആരെങ്കിലും ആയിരുന്നു ഈ പൊസിഷനിൽ എത്തിയിരുന്നെങ്കിൽ അഹങ്കാരത്തിന് ഒരു ലിമിറ്റും ഉണ്ടാവില്ലായിരുന്നു. ഇതൊരു പാവം. ആ മാഡം ഇരിക്കൂ, ഇരിക്കൂ. സോറി മാഡം. അയ്യോ, ചേട്ടന്റെ ഷർട്ടില് ചായക്കറയായല്ലോ. അത് കുഴപ്പമില്ല മാഡം, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴുകിക്കോളാം. ചേട്ടനാ ട്രെയിനിങ് താ, എന്നിട്ട് പോയി കഴുകിയിട്ട് വാ. അയ്യോ മാഡം, അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഞാൻ ചായ കൊടുത്തോളാം. ചേട്ടൻ പോയി കഴുകിയിട്ട് വാ. തരൂ. അയ്യോ മാഡം, സാറ് കണ്ടു കഴിഞ്ഞാ? സാറ് കണ്ട ഒന്നും പറയില്ല. ആദ്യം ചേട്ടൻ പോയി കഴുകിയിട്ട് വാ. ചെല്ലു. ശരി. അയ്യോ മാഡം, എന്താ മാഡം, മാഡം ആണോ ഇതൊക്കെ? അതിനെന്താ, സൂര്യ സാർ പറഞ്ഞില്ലേ നമ്മളെല്ലാരും ഒരുപോലെയാണെന്ന്.
അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കൊണ്ട് കൊടുക്കുന്നതില് എന്താ കുഴപ്പം? ഉം. ഉം. അല്ലേ? അതെ. ദാ. താങ്ക് യു മാഡം. ആ അജേട്ടാ, ഇവർക്കെല്ലാവർക്കും ഞാൻ ചായ കൊടുത്തിട്ടുണ്ട്. അതെ, ഞാനിങ്ങനെ ചെയ്തു എന്ന് വെച്ച് അജേട്ടൻ പരിഭ്രമിക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ എന്താ ജോലിയെന്ന് അറിയോ? അച്ഛനൊരു ഓഫീസിലെ സെക്യൂരിറ്റിക്കാരനാ. ആ ഒരു ജോലി എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെയല്ല അജേട്ടനും. അജേട്ടൻ ജോലി ചെയ്ത് അജേട്ടന്റെ കുടുംബം പുലർത്തുന്നു. എന്റെ അച്ഛൻ ജോലി ചെയ്ത് എന്റെ കുടുംബം പുലർത്തുന്നു. അപ്പൊ അങ്ങനെ നോക്കിയാല് ഈ ഇരിക്കുന്നവരും അജേട്ടനും ഞാനും എല്ലാരും ഒരുപോലെയല്ലേ? എന്നാ ശരി മാഡം. കണ്ടു പഠിക്കണം നമ്മള്. സിംപിൾസിറ്റി എന്ന് പറഞ്ഞ ഇതാണ്. വെറുതെ അല്ല കേട്ടോ, വിവാഹ പന്തലിൽ വെച്ച് സൂര്യ സർ ആ സാധനത്തിനെ നിഷേധിച്ചതും ഈ നന്മയുള്ള കുട്ടിയെ കല്യാണം കഴിച്ചതും. അയ്യോ മാഡം, ഞാനിതൊക്കെ ചെയ്യാനിരിക്കായിരുന്നു. ആ അത് സാരമില്ല, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. മാഡം വേറൊന്നും തോന്നരുത്. മാഡം ഈ ജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ അജേട്ടാ, പറയാനുള്ളത് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞു. വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതെ, സാർ എന്നെ ഈ ഓഫീസിൽ കൊണ്ടുവന്നു എന്നല്ലാതെ എനിക്ക് ഈ ഓഫീസിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. അതൊന്നും എനിക്ക് അറിയൂല്ല. അപ്പൊ എന്താ ചെയ്യാ? ഞാനും അജേട്ടന്റെ കൂടെ കൂടാം. നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നേ.